ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു ഡെയിലി വ്ളോഗാണ്. ഇന്നെനിക്ക് ഓഫാണ്. അപ്പോൾ കരുതി ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പോൾ ഇജുവിനൊന്ന് പോകണം. ഇജു ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് റെഡിയാവാൻ പോയിട്ടുണ്ട്, കുളിക്കാനൊക്കെ പോയി. അപ്പോൾ ഇജു കുളിച്ച് റെഡിയായി വരുന്നതിന് മുമ്പിട്ട് തന്നെ പോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ റെഡിയാക്കണം. ഞാനിങ്ങനെ ഇങ്ങനെ കിടക്കും. നല്ല മടിയുണ്ട് രാവിലെ എഴുന്നേൽക്കാനായിട്ട്. ഈ ഓഫ് കിട്ടുന്ന ദിവസങ്ങളിലല്ലേ മോർണിംഗ് ഇച്ചിരി ഉറങ്ങാൻ പറ്റും. പക്ഷേ എനിക്കത് പറ്റത്തില്ല. അപ്പോൾ വേഗം എഴുന്നേറ്റ് പോയി എല്ലാം ശരിയാക്കട്ടെ, അല്ലെങ്കിൽ ഇച്ചങ്ങ് പോവും. അപ്പോൾ പിന്നെ വേഗം എഴുന്നേറ്റ് ഫ്രഷ് ആകാം, ബ്രഷൊക്കെ ചെയ്ത് കിച്ചണിൽ കയറണം. അപ്പം ഒരു ദിവസം ഓഫ് കിട്ടുന്ന ദിവസം വിചാരിക്കും ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങാമെന്ന്, എന്നിട്ട് താമസിച്ച് എണീക്കാമെന്ന്. പക്ഷെ ഒരിക്കലും നടക്കത്തില്ല. ഇതിന് ഡ്യൂട്ടിക്ക് പോകണമല്ലോ. ഇതിനും ഫ്രൈഡേ മാത്രമേ ഉള്ളൂ ഓഫ്. അപ്പോൾ ആ ദിവസങ്ങളിൽ എനിക്ക് ഓഫ് കിട്ടുന്നത് ഭയങ്കര റെയറാണ്. അപ്പോൾ എന്തായാലും ബ്രഷൊക്കെ ചെയ്തിട്ട് വന്ന് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഇട്ട് സെറ്റായി. പിന്നെ എന്നും രാവിലെ ഞാൻ വെള്ളം കുടിക്കും. പണ്ട് ഞാൻ നല്ല മെലിഞ്ഞിട്ടിരുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മമ്മിയെടുത്ത് ആരോ പറഞ്ഞ് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ മതി വണ്ണം വെക്കുമെന്നൊക്കെ. ചുമ്മാതാട്ടെ. എനിക്ക് തോന്നുന്നു ചിലവർക്ക് ഗുണമായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും, എനിക്കങ്ങനെ തോന്നിയില്ല. പക്ഷെ അന്ന് തുടങ്ങിയ ശീലം അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അങ്ങനെ വേഗം അടുക്കളയിലൊക്കെ കയറി. ഇപ്പോൾ പ്രത്യേകിച്ച് കൊടുത്തു വിടാൻ ഇന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തക്ക പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതുമാണ്. തലേന്ന് കിടക്കുന്നതിന് മുന്നേ പറയും എനിക്ക് നാളെ ഇന്നത് മതി, എനിക്ക് ചോറ് വേണ്ട, എനിക്ക് കഞ്ഞി മതി, ഇങ്ങനെയൊക്കെ പറയും. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ എനിക്കും പണി എളുപ്പമാണ്. രാവിലെ മുട്ട പുഴുങ്ങി ഏത്തക്ക പുഴുങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും, പിന്നെ ഉച്ചക്കത്തേക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും വേഗം സെറ്റാക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള ഏത്തക്കയും അതുപോലെ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ച്, പിന്നെ അടുത്തത് ചിക്കൻ കറി കഴിഞ്ഞ ദിവസം വെച്ച് തിരുപ്പുണ്ട് ജസ്റ്റ് ചൂടാക്കിയാൽ മാത്രം മതി. അപ്പം ചിക്കൻ കറി ചൂടാക്കാൻ വെച്ച്, പിന്നെ ചിക്കൻ കറിയിൽ ചീസ് ഇട്ടിട്ട് നമുക്ക് 2-3 ദിവസം വെക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നിങ്ങൾക്കൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ചിക്കൻ കറി വെച്ച് നമ്മൾ കഴിക്കുന്ന ദിവസം രാവിലെ ചിക്കൻ കറി നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ചീസ് ഇടണം, മുറിച്ചിട്ടിട്ട് അത് ചൂടാക്കി കഴിക്കുമെങ്കിൽ സൂപ്പറായിട്ടോ. നമ്മൾ ചീസ് ഇട്ടിട്ട് ചിക്കൻ കറി വെച്ച് വെക്കാമെങ്കിൽ 2-3 ദിവസമൊന്നും ചിക്കൻ കറി ഇരിക്കത്തില്ല, പെട്ടെന്ന് പന്നലായി പോകും. അപ്പോൾ അതിനുള്ള എളുപ്പവഴിയാണ്. ഇങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കണേ, ചെയ്തിട്ടില്ലാത്തവർ. പിന്നെ ഉച്ചക്കത്തേക്ക് ചപ്പാത്തി മതി എന്നാണ് പറഞ്ഞാൽ അപ്പോൾ ചപ്പാത്തി സെറ്റാക്കുന്നു. ചപ്പാത്തി നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റാണ്. സമയം ഉണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തി കുഴച്ചുണ്ടാക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ പാക്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ ചൂടാക്കി കൊടുത്തു. അങ്ങനെ ചപ്പാത്തി ചിക്കൻ കറി ആണ് ഉച്ചക്കത്തേക്ക്. അങ്ങനെ ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ സെറ്റാക്കി വേഗം പാക്ക് ചെയ്ത്, ഞാൻ പാക്ക് ചെയ്തപ്പോഴേ അവിടെ റൂമിൽ കുളിച്ചിട്ട് ഇറങ്ങിയ ഒരു സൗണ്ടൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ താമസം ഫുഡ് വേണ്ട കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് പോകും. അതുകൊണ്ട് വേഗം അതൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങി. അതൊക്കെ പാക്ക് ചെയ്തപ്പോഴത്തേന് ആളിറങ്ങി. പിന്നെ പെട്ടെന്ന് അതൊക്കെ കൊടുത്തു വിട്ട് അങ്ങ് ഇജുനെ യാത്രയാക്കി. ഇജു ലിഫ്റ്റ് വന്നപ്പോട്ട് അത് പിന്നെ ഇജങ്ങ് പോയി. ഇജുനെ യാത്രയാക്കി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ റൂമിൻ്റെ അപ്പുറത്തെ റൂമിലുള്ള ആൻറ്റി എനിക്ക് 2 പഴുത്ത മാങ്ങി ഒരു നല്ല വലിയ മുട്ട നാരങ്ങയും തന്നു. അത് വെച്ച് പിന്നെ എന്തെങ്കിലും ചെയ്യാം. ഞാൻ റൂമിൽ വന്നപ്പോൾ ചേച്ചിൻ്റെ കോള് വന്ന് അതങ്ങനെ ആട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു കോളൊക്കെ വരും, ചുമ്മാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഫോൺ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏത്തയ്ക്ക് മുട്ട പുഴുങ്ങിയതൊക്കെ കഴിച്ച് അടുത്ത പണിയിലേക്ക് വേഗം കിടക്കണമല്ലോ, ഉച്ചക്കത്തേക്ക് വല്ലതൊക്കെ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ വേഗം ഞാൻ വീണ്ടും പോയി കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഓഫ് ഡേയ്സിലല്ലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ വാഷിംഗ് മെഷീനകത്തോട്ടിട്ട് കഴുകണം, ഉണങ്ങിയെടുത്ത് പിന്നെ വിരിച്ചിടണം. അങ്ങനെ കുറച്ച് പരിപാടികൾ. ക്ലീനിങ് ഡേ ആണല്ലോ നമ്മുടെ ഓഫ് ഡേ എന്ന് പറയുന്നത്. ഓഫ് ഡേ റെസ്റ്റ് ഡേ അല്ല, ഓഫ് ഡേയും വർക്കിംഗ് ഡേ ആണ്. അങ്ങനെ തുണി കഴുകാനുള്ള തുണിയൊക്കെ മെഷീനിലിട്ട് പിന്നെ ഉച്ചക്കത്തേക്ക് ചോറിന് വെള്ളം വെച്ചു. അതുപോലെ തന്നെ കുറച്ച് സോസേജ് ഇരിപ്പുണ്ടായിരുന്നു, സോസേജ് ഫ്രൈ ചെയ്യാമെന്ന് കരുതി സോസേജ് ഫ്രൈ ഒക്കെ ചെയ്യാനായിട്ട് വെച്ചു. അങ്ങനെ കലത്തിനകത്ത് വെള്ളം വെച്ചേക്കുന്ന ചോറിനായിട്ടുള്ള വെള്ളം ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിനകത്ത് അരിയിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെക്കും. ചോറ് അവിടെ ഇരുന്ന് ആയിക്കൊള്ളുമല്ലോ. പിന്നെ അപ്പോഴത്തേക്കിന് എൻ്റെ സോസേജൊക്കെ റെഡിയായി. അപ്പോഴത്തേന് വെള്ളമൊക്കെ തിളച്ചു. ഇനിയിപ്പോൾ അതിനകത്ത് റൈസ് ഇട്ടു. ഞാൻ റൈസും വെന്തു. ഇനിയിപ്പോൾ വീണ്ടും അത് റൈസ് കുക്കറിനകത്ത് എടുത്ത് ഇറക്കി വയ്ക്കും. 3-4 മണിക്കൂർ കഴിയുമ്പോൾ വന്ന് നോക്കും, അപ്പോൾ ചോറ് സെറ്റായിട്ടിരിക്കും. ഇതൊക്കെ എളുപ്പപ്പണിയാണ്. നമുക്ക് എളുപ്പപ്പണികളൊക്കെ അല്ലേ നടക്കത്തുള്ളൂ. അപ്പോൾ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ ആയിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ റൂമിൽ വന്ന് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തു. പിന്നെ നമ്മുടെ ലാപ്പിൻ്റെ സൈഡിലൊരു ഡാർക്ക് കളർ, അതെന്താണെന്ന് അറിയത്തില്ല, എന്തോ സ്ക്രീൻ ഡിസ്പ്ലേയുടെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഇനി അത് കാണിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വെള്ളവും കൊണ്ടുവന്നു. വെള്ളമൊക്കെ എടുത്ത് വെച്ച് പിന്നെ കുളിച്ച് നനച്ച് വന്ന് അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നെ നമ്മുടെ സെൽഫ് കെയർ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സെൽഫ് കെയർ മുഖ്യം ബിഗിലേ.
അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഇടുന്നത് അത്രേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. സമയം ഉണ്ടെങ്കിലും തോന്നുവാണെങ്കിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ, സീറമൊക്കെ അപ്ലൈ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീം ഇടുന്നു, കുളിച്ചിട്ട് വന്നാലേ മോയ്സ്ചറൈസിങ് ക്രീം ഇടുന്നു, കയ്യിലും മുഖത്തും ഒക്കെ ഇടും. അത് കഴിഞ്ഞ് പിന്നെ സെറ്റായിട്ട് കുറച്ച് നേരമൊക്കെ വെറുതെ ഇരിക്കും, വീട്ടിലൊക്കെ വിളിക്കേണ്ടവരെയൊക്കെ വിളിക്കും. അങ്ങനെ ഇരുന്നപ്പോഴേ ഞാൻ ഓർത്ത് രാവിലെ ആൻറ്റി തന്ന മാങ്ങ ഇരിക്കുന്നല്ലോ അതിനി ഇരുന്ന പനലായി പോകുമെന്ന്. കാരണം അത് നല്ല പഴുത്ത മാങ്ങയായിരുന്നു, അതിനി നമ്മൾ വെച്ചെന്നാൽ പനലായി പോകും. എന്നിട്ട് ഞാൻ പോയി അത് പൂളാൻ പോയി. അത് എടുത്തപ്പോൾ തന്നെ നല്ല പഴുത്തിരിക്കുന്നു. ഇന്ന് ഞാനത് എടുത്തില്ലായിരുന്നു, അത് പനലായി പോയേനെ. പിന്നെ എനിക്കിത് ചപ്പി തിന്നുന്ന മാങ്ങയാണ്, എനിക്ക് ഈ മാങ്ങാണ്ടി ചപ്പി തിന്നാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ ലാസ്റ്റ് വന്ന് മാങ്ങാണ്ടിയൊക്കെ ഞാൻ ചപ്പി തിന്ന് അതൊക്കെ കളഞ്ഞു. ഇപ്പം ഇജു വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് റെഡിയായി നിൽക്കും, നമുക്ക് പുറത്ത് വരെ പോകാമെന്ന്. അപ്പോൾ വേഗം റെഡിയാക്കാൻ വെച്ച് വരുന്നതിന് മുമ്പിട്ട് പോയി റെഡി ആയിട്ട് വരാമേ. അങ്ങനെ ഗായ്സ് ഇജു താഴെ എത്തിയിട്ടുണ്ട്, വേഗം താഴോട്ട് പോകാമേ. അങ്ങനെ ലിഫ്റ്റൊക്കെ വന്നു, ഞാൻ പെട്ടെന്ന് ലിഫ്റ്റിൽ കയറി താഴെ ചെന്നപ്പോഴത്തേന് ഇജു താഴെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇജു എന്നെ നേരെ കൊണ്ടുപോയത് ഒരു റെസ്റ്റോറൻറ്റിലോട്ടായിരുന്നു. കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സെയിം റെസ്റ്റോറൻറ്റ് ഗ്രീൻ റെസ്റ്റോറൻറ്റ് അൽക്കിസീസ്. അവിടെ പോയി ഞാനും ഇജും പൊറോട്ടയും ബീഫ് റോസ്റ്റൊക്കെ വാങ്ങി. പിന്നെ എനിക്കൊരു അവൽ മിൽക്കും ഇജുവിനൊരു സൂപ്പും വാങ്ങി. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല, കിടന്നുറങ്ങുക അത്ര തന്നെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല, അത് ഒഴുക്കമെട്ടിൽ പോയ ഒരു ദിവസം, സാധാ ഒരു ദിവസം. അപ്പോൾ പിന്നെ ഇത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വ്ളോഗൊന്നും അല്ലെന്ന് എനിക്കറിയാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗൊക്കെ എടുക്കുന്നത്. ഇതിൽ ഒത്തിരി പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം. എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.